ഇനി ഇതിന്റെ ഓരോന്നിന്റെ ആക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രൊജസ്ട്രോൺ ആണെങ്കിൽ ഇത് മെയിൻലി ആക്ട് ചെയ്യുന്നത് ഈസ്ട്രജൻ പ്രൈംഡ് എൻഡോമെട്രിയത്തിലാണ്. എന്നിട്ട് ദേ വിൽ സപ്പോർട്ട് ദി എൻഡോമെട്രിയം. ഇവർ നമ്മുടെ എൻഡോമെട്രിയത്തിനെ സപ്പോർട്ട് ചെയ്ത് വെക്കുകയും ഡിക്രീസ് ദ ഷെഡിങ് ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിന്റെ ഷെഡിങ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാണ് നമ്മളെ പ്രൊജസ്ട്രോൺ മെയിൻലി ചെയ്യുന്നത്. അതായത് ദേ വിൽ ഡൗൺ റെഗുലേറ്റ് ദ ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് ഇഫ് ഗിവൻ കണ്ടിന്യൂസ്ലി ആൻഡ് ലീഡ്സ് ടു എൻഡോമെട്രിയൽ അട്രോഫി. അതായത് ഇവർ പോയിട്ട് പ്രൊജസ്ട്രോൺ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യും? ദേ വിൽ ലീഡ്സ് ടു ദി ഡൗൺ റെഗുലേഷൻ ഓഫ് ദി ഈസ്ട്രജൻ റിസപ്റ്റേഴ്സ് വിച്ച് ഈസ് പ്രസന്റ് ഓൺ ദി എൻഡോമെട്രിയം. അപ്പോൾ ഈസ്ട്രജൻ റിസപ്റ്റേഴ്സിനെ നമ്മൾ ഡൗൺ റെഗുലേറ്റ് ചെയ്യുന്ന വഴി ഈസ്ട്രജൻ കാണ്ട് ആക്ട് ഓൺ ദി എൻഡോമെട്രിയം. ദസ് ഇഫ് ഗിവൻ കണ്ടിന്യൂസ്ലി ദിസ് വിൽ ലീഡ്സ് ടു ദി എൻഡോമെട്രിയൽ അട്രോഫി. അതായത് എൻഡോമെട്രിയൽ ഗ്രോത്ത് നടക്കത്തില്ല, അതുവഴി എൻഡോമെട്രിയൽ അട്രോഫി സംഭവിക്കും. ഓക്കെ, സോ വെനെവർ ദർ ഇസ് എൻഡോമെട്രിയൽ അട്രോഫി ദർ വിൽ ബി പിന്നെന്താണ് ബ്ലഡ് ലോസ് അതുവഴി കുറയും. സംടൈംസ് അമനോറിയ വിൽ ബി occur. So this protects the endometrium against the proliferative effects of endometrium. So estrogen. So this progesterone has a protective mechanism. Protective mechanism. Mainly it protects the endometrium against the proliferative effect of the estrogen in protect. Okay, and this progesterone is given in രണ്ട് supplementation വഴി കൊടുക്കാം. Mainly ഓറൽ പ്രൊജസ്ട്രോൺസ് ഉണ്ട്. ഓറൽ പ്രൊജസ്ട്രോൺ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ്ലി ഇറ്റ് ക്യാൻ ബി ഗിവൻ ഫോർ 3 or 6 months വിത്തൌട്ട് ബ്രേക്ക്. ഓക്കെ, ദിസ് വിൽ ലീഡ്സ് ടു എൻഡോമെട്രിയൽ അട്രോഫി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് മെയിൻലി പ്രിഫേർഡ് മോഡ് ഇൻ AUB. AUBയിലെ പ്രിഫേർഡ് മോഡ് എന്ന് പറയുന്നത് ഈ ഓറൽ പ്രൊജസ്ട്രോൺ ആണ്. മെയിൻലി നമ്മൾ AUB ഓയിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞില്ല, അത് ഇതാണ്. ആൻഡ് ഇൻ കേസ് ഓഫ് സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ ഉണ്ട്. സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ എന്താണ് ലൈക്ക് D14 അല്ലെങ്കിൽ D25 വരെയുള്ള സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ ഉണ്ട്. സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ, ഈ സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ കൊടുത്താലും ദിസ് ഓൾസോ സപ്പോർട്ട്സ് ദ എൻഡോമെട്രിയം ആണ്. സോറി, ഇതാണ് നമ്മൾ അനോവുലേറ്ററി DUBസിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അനോവുലേറ്ററി ആയിട്ടുള്ള ഡിസ്ഫങ്ഷണൽ യൂട്രൽ ബ്ലീഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഈ സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ ആണ് നമ്മൾ കൊടുക്കുന്നത് വിത്ത് സപ്പോർട്ട്സ്. ഓക്കെ, അനോവുലേറ്ററി DUB. കാരണം അനോവുലേറ്ററി DUB എന്ന് പറയുമ്പോൾ അവിടെ ഓവുലേഷൻ നടക്കുന്നില്ല. ഓവുലേഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ കോർപ്പസ് ലൂട്ടിയം പോലത്തുള്ള സംഭവങ്ങൾ ഫോം ചെയ്യുന്നില്ല. പ്രൊജസ്ട്രോണിന്റെ അളവ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ എൻഡോമെട്രിയൽ തിക്നെസ് ഒരുപാട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എൻഡോമെട്രിയത്തിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് നമുക്ക് സൈക്ലിക്കൽ പ്രൊജസ്ട്രോൺ ഈ അനോവുലേറ്ററി DUBസിൽ കൊടുക്കാം. ആൻഡ് ലെസ് പ്രിഫേർഡ് ഡ്യൂ ടു ദി കംപ്ലൈൻസ് ആൻഡ് നോൺ കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റ്. പക്ഷേ ഇതിന് കോൺട്രാസെപ്റ്റീവ് ബെനിഫിറ്റോ അങ്ങനെ കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ലെസ് പ്രിഫേർഡ് ആണ്. ഓക്കെ, കൂടുതലും നമ്മൾ മോർ പ്രിഫർ ചെയ്യുന്നത് AUBസിൽ സത്യം പറഞ്ഞാൽ ഈ ഓറൽ പ്രൊജസ്ട്രോൺസിൽ തന്നെ കണ്ടിന്യൂസ്ലി ഗിവൻ ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് സൈക്ലിക്കൽ പ്രൊജസ്ട്രോണിനെക്കാളും. അതായത് നമ്മൾ ഡേ 14 തൊട്ട് ഡേ 25 വരെ കൊടുക്കുന്ന സൈക്ലിക്കൽ പ്രൊജസ്ട്രോണിനെക്കാളും നമ്മൾ കണ്ടിന്യൂസ്ലി കൊടുക്കുന്ന ഓറൽ പ്രൊജസ്ട്രോൺസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത്തെ ഫോം IUCD ആണ്. IUCD ആയിട്ടുള്ള മൈറീനയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ തിക്ക് ആയിട്ടുള്ള ഒരു എൻഡോമെട്രി ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഒന്നീ നമുക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് OCPs കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയപ്പോൾ എന്താണ് തിന്നായിട്ടുള്ള എൻഡോമെട്രി ആണ്, പക്ഷെ പ്രൊലോങ്ഡ് സിവിയർ ബ്ലീഡിങ് അങ്ങനത്തെ കേസസിലാണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്നത് എന്താണ്? ആദ്യം നമ്മൾ ഈസ്ട്രജൻ കൊടുത്തിട്ട് ഫോളോഡ് ബൈ പ്രൊജസ്ട്രോൺ കൊടുക്കും, അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ OCPs ആണ് കൊടുക്കുന്നത്. ഓക്കെ, കാരണം അവിടെ നമ്മൾ പ്രൊജസ്ട്രോൺ മാത്രം കൊടുത്തോണ്ടിരുന്നാൽ വീണ്ടും എൻഡോമെട്രിയം തിന്നായിക്കോളും. കാരണം അവിടെ ഓൾറെഡി എൻഡോമെട്രിയം തിന്നാണ്. അപ്പം നമ്മൾ അവിടെ ഈസ്ട്രജൻ കൊടുത്തതിന് ശേഷം വേണം പ്രൊജസ്ട്രോൺ കൊടുക്കാൻ, അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രോസ്ട്രോൺ OCPs വേണം അങ്ങനത്തെ കേസസിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ മെക്കാനിസം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ ഈസ്ട്രജൻ എന്ത് ചെയ്യും? നമ്മുടെ എൻഡോമെട്രിയത്തിലുള്ള പ്രൊജസ്ട്രോൺ റിസപ്റ്റേഴ്സിനെ അപ്പ് റെഗുലേറ്റ് ചെയ്യും. പ്രൊജസ്ട്രോൺ ആണെങ്കിലോ ഈ നമ്മുടെ എൻഡോമെട്രിയത്തിലുള്ള ഈസ്ട്രജൻ റിസപ്റ്റേഴ്സിനെ ഡൗൺ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ മൈറീന പറഞ്ഞായിരുന്നല്ലോ. മൈറീന എന്ന് പറയുന്നത് ഒരു പ്രൊജസ്ട്രോൺ കണ്ടെയ്നിങ് IUCD ആണ്. നമ്മൾ പറഞ്ഞല്ലോ പ്രൊജസ്ട്രോൺ രണ്ട് ഫോമിലുണ്ട്, ഓറൽ പ്രൊജസ്ട്രോൺസും ഉണ്ട്, IUCDs. അതിൽ IUCDs വരുന്ന പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് വിച്ച് വിൽ ലീഡ്സ് ടു എൻഡോമെട്രിയൽ അട്രോഫി ഉണ്ടാക്കും. ആൻഡ് ദിസ് വിൽ ലീഡ്സ് ടു ദ റിലീഫ് ഓഫ് AUB ഇൻ 30 to 40% ഓഫ് കേസസിലും AUB റിലീഫ് തരുന്നവരാണ് അവര്. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. ഈ മൈറീനയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫോർ ട്രീറ്റിംഗ് AUB. ഓക്കെ, വി വിൽ ബി റിഫറിംഗ് ദ കണ്ടിന്യൂസ് പ്രൊജസ്ട്രോൺ, ബട്ട് മോർ വി ആർ പ്രിഫറിംഗ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഫോർ AUB വി ആർ പ്രിഫറിംഗ് ദ മൈറീന ഓൺലി. ഓക്കെ, മൈറീനയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് മെയിൻലി ഇൻ ദ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഏജിലുള്ള ഫീമെയിൽസിന്, അതുപോലെ തന്നെ പെരി മെനോപാസൽ ഫീമെയിൽസിന് നമ്മൾ ഇതാണ് കൊടുക്കുന്നത് ഫോർ പ്രൊട്ടക്ടിങ് അഗെയിൻസ്റ്റ് ദി എൻഡോമെട്രിയൽ പ്രോളിഫറേഷൻ. അതായത് എൻഡോമെട്രിയൽ പ്രോളിഫറേഷന് പ്രൊട്ടക്ട്, അതായത് ഈസ്ട്രജൻ ഇതായിട്ടുള്ള എൻഡോമെട്രിയൽ പ്രൊളിഫറേഷനുള്ള പ്രൊട്ടക്ഷൻ ആണ് ഇത് മെയിൻലി കൊടുക്കുന്നത്. അതായത് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തും എൻഡോമെട്രിയത്തിന്, എന്നിട്ട് എൻഡോമെട്രിയൽ അട്രോഫിന് ലീഡ്സ് ചെയ്യും. ഇനി ഈ പേഷ്യന്റ്
മെറീന വേണ്ട റിഫ്യൂസ് ചെയ്യണമെങ്കിൽ മാത്രം നമുക്ക് കണ്ടിന്യൂസ് പ്രൊജസ്ട്രോൺ ഈ പേഷ്യൻസിന് കൊടുക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ കൂടുതൽ ഗുഡ് കംപ്ലൈൻസ് ഉള്ളവരാണ്. അതുപോലെ ദിസ് വിൽ റെഡ്യൂസ് ദ നീഡ് ഫോർ ദ ഹിസ്റ്ററക്ടമി ആൻഡ് മിനിമം നമ്പർ ഓഫ് ഡേയ്സ് ഫോർ പ്രൊട്ടക്റ്റീവ് എഫക്ട് ഈസ് 12 days per month. അതായത് ഒരു മാസത്തിലോ 12 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് എഫക്ട് ഇവർ ഉണ്ടാക്കി തരും. ഓക്കെ, അപ്പോൾ OCPസിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇത് അല്ലാണ്ടുള്ള അതായത് മറ്റ് ഹോർമോണൽ മാനേജ്മെന്റിൽ അടുത്തത് വരുന്നതാണ് പ്രൊജസ്റ്റിൻസ് വരുന്നുണ്ട്. പ്രൊജസ്റ്റിൻസ് അത് മെയിൻലി സൈക്ലിക്കൽ പ്രൊജസ്റ്റിൻസ് ആണ്. 10 to 14 days എ മന്ത് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം. ആൻഡ് ദിസ് ഈസ് മെയിൻലി ഗിവൻ ഫോർ AUB ഓയിലാണ് നമ്മൾ കൊടുക്കുന്ന ടു എൻഷുർ റെഗുലർ വിത്ഡ്രോവൽ ബ്ലീഡിംഗ്. ഓക്കെ, റെഗുലർ വിത്ഡ്രോവൽ ബ്ലീഡിംഗ് എൻഷുർ ചെയ്യാനായിട്ടാണ് വി ആർ ഗിവിംഗ് ദ സൈക്ലിക്കൽ പ്രൊജസ്റ്റിൻസ്. ഓക്കെ, അതായത് വൺസ് ദ ഇനിഷ്യൽ ബ്ലീഡിംഗ് ഈസ് സ്റ്റോപ്ഡ് വിത്ത് ഹൈ ഡോസ് പ്രൊജസ്റ്റിൻസ്, അതായത് നമുക്ക് വിത്ഡ്രോവൽ ബ്ലീഡിങ്ങിന് അതായത് റെഗുലർ ആയിട്ടുള്ള വിത്ഡ്രോവൽ ബ്ലീഡിങ് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ സൈക്ലിക്കൽ പ്രൊജസ്റ്റിന്റെ കേസിൽ. ആൻഡ് ഇൻ അതർ കേസസ് ഓഫ് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ്, മറ്റ് കേസസ് ഓഫ് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗിൽ നമുക്ക് നോറെത്തിസ്റ്റിറോൺ ഓർ നോറെത്തിൻഡ്രോൺ ഓക്കെ ഫോർ അറ്റ്ലീസ്റ്റ് 21 days ഫ്രം ദ day 5 to day 25 മേ ബി യൂസ്ഫുൾ ടു റെഡ്യൂസ് ദ ബ്ലഡ് ലോസ്. അപ്പൊ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജസ്റ്റിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സൈക്ലിക്കൽ പ്രൊജസ്റ്റിൻസ്. 10 to 14 days എ മന്ത് എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. മെയിൻലി AUB ഓയിലാണ് കൊടുക്കുന്നത്. ഇനി ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉള്ള കേസിൽ വേണമെങ്കിൽ നമുക്ക് നോറെത്തിസ്റ്റിറോൺ അല്ലെങ്കിൽ നോറെത്തിൻഡ്രോൺ നമുക്ക് കൊടുക്കാം ഫോർ അറ്റ്ലീസ്റ്റ് 21 days ഫ്രം ദ day 5 to day 25. ഓക്കെ, അതും ബ്ലഡ് ലോസ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. പിന്നാണ് നമ്മൾ LNG IUS ലെവനോർഗെസ്ട്രോൾ ഇൻട്രായൂട്രൈൻ സിസ്റ്റം ഓർ മൈറീന എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. അത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്ങിന് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഇറ്റ് ഡെലിവേഴ്സ് 20 microgram ഓഫ് ലെവനോർഗെസ്ട്രോൾ ടു ദ എൻഡോമെട്രിയം എവറി 24 hours. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇറ്റ് ഡെലിവേഴ്സ് അബൌട്ട് 20 microgram ഓഫ് ലെവനോർഗെസ്ട്രോൾ കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ടിരിക്കും ഇൻ ദ എൻഡോമെട്രിയം എവറി 24 hours. ഓക്കെ, ആൻഡ് ഇതിന്റെ എഫക്ട് വിൽ ബി ലാസ്റ്റിംഗ് ഫോർ അബൌട്ട് 5 years. ഇതിന്റെ എഫക്ട് ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് എഫിക്കസി ഈസ് കമ്പയറബിൾ ടു എൻഡോമെട്രിയൽ അബ്ലേഷൻ ആൻഡ് ഈസ് അക്സെപ്റ്റബിൾ ആൾട്ടർനേറ്റീവ് ടു ഹിസ്റ്ററക്ടമി. ഓക്കെ, പിന്നെ GnRH അഗോണിസ്റ്റുകളുണ്ട്. GnRH അഗോണിസ്റ്റുകൾ എന്ന് പറയുന്നത് മെയിൻലി പിറ്റ്യൂട്ടറി ഡൗൺ റെഗുലേഷൻ ഉണ്ടാക്കും. ദ ആക്ട് ബൈ കോസിംഗ് പിറ്റ്യൂട്ടറി ഡൗൺ റെഗുലേഷൻ ആൻഡ് അമനോറിയ. എക്സാമ്പിൾസ് ആർ ലൂപ്രലൈഡ് അസറ്റേറ്റ് ആൻഡ് ഗോസറിലിൻ. വാട്ട് ആർ ദ GnRH അഗോണിസ്റ്റ്? ലൂപ്രലൈഡ് അസറ്റേറ്റും ഗോസറിലുമാണ് മെയിൻ ഇത്. പിന്നെ ഇവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവർ ഹൈപ്പോ ഈസ്ട്രോജനിക് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. ഇവർ പ്രൊലോങ്ഡ് യൂസ് ആകുമ്പോൾ ലൈക്ക് ഹോട്ട് ഫ്ലഷസ്, ഡ്രൈനസ് ഓഫ് ദി വജൈന, ഓസ്റ്റിയോപൊറോസിസ്. അതുകൊണ്ട് തന്നെ ദർ യൂസ് ഈസ് ബെസ്റ്റ് ലിമിറ്റഡ് ടു 6 months ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ദേ ഷുഡ് ബി യൂസ്ലെസ് ഇൻ ആഡ് ബാക്ക് തെറാപ്പി അലോങ് വിത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കൊടുക്കുമ്പോൾ ആഡ് ബാക്ക് തെറാപ്പി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ GnRH അഗോണിസ്റ്റുകൾ കൊടുക്കാം. Okay, so these are the hormonal management other than combined oral contraceptives. Okay, ഇത് കമ്പൈൻഡ് നമുക്ക് പ്രൊജസ്റ്റൻസ് കൊടുക്കാം, LNG IUS, GnRH അഗോണിസ്റ്റുകൾ. ഓക്കെ, ഇനി സർജിക്കൽ മാനേജ്മെന്റ്. അപ്പൊ സർജിക്കൽ മാനേജ്മെന്റ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. സർജിക്കൽ മാനേജ്മെന്റ് അപ്പൊ നോർമലി എന്താണ് ഒരു സ്ട്രക്ചറൽ ലീഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ആ പർട്ടിക്കുലർ എന്താണോ ഇതെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ മെഡിക്കൽ മാനേജ്മെന്റും അതുപോലെ തന്നെ സർജിക്കൽ, ഇനി പറയാൻ വന്ന സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ ചെയ്യും. ഇനി അതൊരു നോൺ സ്ട്രക്ചറൽ ലീഷൻ ആണ്. അപ്പൊ നോൺ സ്ട്രക്ചറൽ ലീഷൻ ആണെങ്കിൽ നമ്മൾ മെയിൻലി ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങൾ കൊടുക്കുക, ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാനുള്ള കൊടുക്കുക. അതുപോലെ ഓറൽ അയൺ നമ്മളവർക്ക് മെയിനായിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്നിട്ടും ബ്ലീഡിംഗും പെർസിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ് ആണെങ്കിൽ മാത്രം ചെയ്യുക. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? അതായത് പ്യൂബർട്ടി മെനോറേജിയ, അതായത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിംഗ് കണ്ടീഷൻസിൽ അത് ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ ലെസ് ദാൻ 7 gram/dL ആവണമെങ്കിൽ നമ്മൾ അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ അല്ലാതെ ഹീമോഗ്ലോബിൻ ലെസ് ദാൻ 5 gram/dL അൺസ്റ്റേബിൾ വൈറ്റൽസ് ഉള്ള കേസസിൽ നമ്മൾ കൊടുക്കും. ഇനി അതായത് ബിഫോർ പ്ലാൻഡ് സർജറി, അതായത് നമ്മൾ സർജറി അവർക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിഫോർ പ്ലാൻഡ് സർജറി കേസസിൽ അവർക്ക് ഹീമോഗ്ലോബിൻ 10 gram/dL കുറവാണ് സർജറിക്ക് മുന്നേ എങ്കിലും നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞ GnRH അനലോഗ്സുകളിലെ അഗോണിസ്റ്റുകൾ, ഇതൊക്കെ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് ആണ്. അതായത് മെഡിക്കൽ മാനേജ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് നോൺ ഹോർമോണൽ ആയിട്ടുള്ള ഇവരാണ് ഇനിഷ്യല്. പിന്നെ നമ്മൾ OCPs LNG കൊടുക്കും. എന്നിട്ട് സെക്കൻഡ് ലൈൻ മാനേജ്മെന്റ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ GnRH അനലോഗ്സ് പോലത്തുള്ളവർ കൊടുക്കുന്നത്. ഏത് നമ്മളെ ലൂപ്രലോയിഡ് അസറ്റേറ്റ്, ഗോസറിൻ പോലത്തുള്ളവർ കൊടുക്കുന്നത്. ഇനി ഇവര് നമ്മൾ പറഞ്ഞു ഇവരെങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇവര് ബൈ കോസിംഗ് പിറ്റ്യൂട്ടറി ഡൗൺ റെഗുലേഷൻ. പിറ്റ്യൂട്ടറി ഡൗൺ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഇവർ LH, FSH പോലത്തുള്ള സംഭവങ്ങൾ കുറയ്ക്കും.
Okay, they will decrease the LH and FSH and estrogen on continuous administration. Okay, by reducing LH and FSH, what is happening? This will decrease the endometrial proliferation കുറയ്ക്കും. അതുവഴി this will decrease the blood loss. അങ്ങനെയാണ് GnRH അഗോണിസ്റ്റുകൾ ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിനുള്ള ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞില്ല, ഇതിന് കുറച്ച് അഴുക്കഴുക്ക. They have some side effects like hot flushes, dryness of the vagina, osteoporosis. പിന്നെ ഇത് മോർ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, പിന്നെ ദേ ഷോ ലൈക്ക് ഈ മെനോപാസ് ഇതൊക്കെ എന്താണ് മെനോപാസ് ലൈക്ക് സിംറ്റംസ് ആണ്. ദേ ഷോ ഹോട്ട് ഫ്ലഷസ്, ഡ്രൈനസ് ഓഫ് വജൈന ആൻഡ് ഓസ്റ്റിയോപോറോസിസ്. ദീസ് ആർ ദ മെനോപോസ് ലൈക്ക് സിംറ്റംസ് അവർ കാണിക്കുന്നുണ്ട്. പിന്നെ അവര് നമ്മൾ മാക്സിമം 6 months വരെ കൊടുക്കത്തുള്ളൂ. ആൻഡ് ദിസ് ക്യാൻ ബി യൂസ്ഡ് ബിഫോർ സർജറി, അതായത് ബിഫോർ ദ സർജറി endometrial ablation അങ്ങനത്തെ കേസസിൽ we can give the GnRH agonist because this will decrease the endometrial proliferation now. So before surgery we can give this GnRH agonist. Okay. സോ നെക്സ്റ്റ് ഈസ് സർജിക്കൽ മാനേജ്മെന്റ്. സർജിക്കൽ മാനേജ്മെന്റ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സർജിക്കൽ മാനേജ്മെന്റിൽ ഹിസ്റ്ററക്ടമി ആണ് മെയിൻ ആയിട്ടുള്ളത്. പക്ഷെ അതിന് മുന്നേ നമുക്ക് നോക്കേണ്ടത് എൻഡോമെട്രിയൽ അബ്ലേഷൻ ഉണ്ട്. എൻഡോമെട്രിയൽ അബ്ലേഷൻ ഉണ്ട്, അല്ലാണ്ട് നമ്മൾ ആർട്ടറി എംബോളൈസേഷൻസ് ഉണ്ട്, യൂട്രിൻ ആർട്ടറി എംബോളൈസേഷൻസ് ഉണ്ട്. ഓക്കെ, യൂട്രിൻ ആർട്ടറി എംബോളൈസേഷൻസ് ഒക്കെ കൂടുതലും ഫൈബ്രോയിഡ് ഉള്ള കേസസിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഹിസ്റ്ററക്ടമി ഉണ്ട്. ഹിസ്റ്ററക്ടമി കൂടുതലും എവിടെയാണ് ചെയ്യുന്നത് നമുക്കറിയാം, പെരിമെനോപോസൽ വുമൺസിൽ ചെയ്യാം, ലൈക്ക് ആഫ്റ്റർ ദർ ഫാമിലി അബ്ലേഷൻ ആൻഡ് ഫീമെയിൽ വിത്ത് കൺകോമിറ്റന്റ് യൂട്രിൻ പത്തോളജി കേസസിൽ. ഓക്കെ, പിന്നെ പെരിമെനോപോസൽ ഫീമെയിൽ വിത്ത് കൺകോമിറ്റന്റ് യൂട്രിൻ പത്തോളജി കേസസിലൊക്കെ ഹിസ്റ്ററക്ടമി നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സർജിക്കൽ മാനേജ്മെന്റ്സ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ സർജിക്കൽ മാനേജ്മെന്റ്സ് നമ്മൾ എല്ലാ കേസസിലും ചെയ്യോ? അല്ല. ദോസ് നമ്മൾ മെഡിക്കൽ മാനേജ്മെന്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് ദോസ് ഹു ഫെയിൽസ് ഇൻ കേസ് ഓഫ് മെഡിക്കൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ദോസ് ഹു കംപ്ലീറ്റഡ് ദർ ഫാമിലി, ഈ കേസസിലാണ് നമ്മൾ മെയിൻലി എന്ത് ചെയ്യുന്നത്, ഈ സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ പറയുന്നത് തന്നെ. അത് ആദ്യം നമ്മൾ എൻഡോമെട്രിയൽ അബ്ലേഷൻ പറയും, പിന്നെ യൂട്രിൻ ആർട്ടറി എംബോളൈസേഷൻ, ആൻഡ് ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹിസ്റ്ററക്ടമി ചെയ്യാം എന്ന കേസസിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഞാനൊരു സിനാരിയോ പറഞ്ഞുതരാം. അപ്പൊ വെൻ എ കേസ് ലൈക്ക് കംസ് വിത്ത് സിവിയർ ബ്ലീഡിങ്, അപ്പൊ ഒരാൾ സിവിയർ ബ്ലീഡിംഗ് ആയിട്ട് വന്നു, ലൈക്ക് ഫോർ 15 days സിവിയർ ബ്ലീഡിംഗ് ആയിട്ട് വന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് അൾട്രാസോണോഗ്രാഫി ചെയ്ത് നോക്കുകയാണ്. അപ്പൊ അൾട്രാസോണോഗ്രാഫി ചെയ്തപ്പോൾ നോർമൽ ആയിരുന്നു, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു, എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്തപ്പോൾ സാധാരണ രീതിയിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ ഹിസ്റ്ററി, ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തു, മെഡിക്കൽ എക്സാമിനേഷൻ എല്ലാം ചെയ്തു, പിന്നെ നമ്മൾ പ്രഗ്നൻസി UPT ചെയ്തു, അത് നെഗറ്റീവ്, അൾട്രാസോണോഗ്രാഫി ചെയ്തപ്പോൾ അതും നോർമൽ, എൻഡോമെട്രിയൽ ബയോപ്സി എടുത്തപ്പോൾ അതും നോർമൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് IV ഈസ്ട്രജൻ അല്ലെങ്കിൽ എത്തിനൈൽ ഈസ്ട്രാഡയോൾ നമ്മൾ കൊടുക്കും. അത് എങ്ങനെയാണ് കൊടുക്കുന്നത്, 50 milligram for 5 days കൊടുക്കും ആൻഡ് ഫോളോഡ് ബൈ പ്രൊജസ്ട്രോൺ. അപ്പൊ നമുക്ക് ഇവർക്ക് ബ്ലീഡിംഗ് നിർത്തണം. അപ്പൊ ഇവർക്ക് ബ്ലീഡിംഗ് നിർത്താനായിട്ട് എൻഡോമെട്രിയൽ ബയോപ്സിയിൽ എൻഡോമെട്രി ഒക്കെ നോർമൽ ആണ്, അതായത് എൻഡോമെട്രിയൽ തിക്നെസ് കൂടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് നമുക്ക് ആദ്യമേ നമുക്ക് വേണമെങ്കിൽ ഈസ്ട്രജൻ കൊടുക്കാം. ഓക്കെ, ഈസ്ട്രജൻ കൊടുത്തു. അതെങ്ങനെയാണ്, IV വഴി നമ്മൾ ഈസ്ട്രജൻ അല്ലെങ്കിൽ എത്തിനൈൽ എസ്ട്രാഡയോൾ നമ്മൾ കൊടുത്തു. അതെങ്ങനെയാണ്, 50 milligram for 5 days കൊടുത്തു, 50 milligram for 5 days. ആൻഡ് അതിനുശേഷം ഫോളോഡ് ബൈ നമ്മൾ എന്ത് കൊടുത്തു, പ്രൊജസ്ട്രോൺ കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രൊജസ്ട്രോൺ കൊടുത്തു. സോ അതാണ് നമ്മളവിടെ ചെയ്തത്. അപ്പൊ OCPs അല്ലെങ്കിൽ നമുക്ക് OCPs ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. OCPs ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ആദ്യത്തെ 2 ദിവസം, ഫസ്റ്റ് 2 days യു ഷുഡ് ബി ഗിവിംഗ് 4 to 8 അല്ലെങ്കിൽ ഒരു 4 hour അല്ലെങ്കിൽ 8 hour എന്ന രീതിയിൽ ആദ്യത്തെ 2 days കൊടുക്കുക. അതിനുശേഷമുള്ള നെക്സ്റ്റ് 5 days നമ്മൾ 12 hourly എന്ന രീതിയിൽ OCPs കൊടുക്കുക. അതിനുശേഷം അത് നെക്സ്റ്റ് 5 days, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 14 days നമ്മൾ വൺസ് ഡെയിലി എന്ന രീതിയിൽ OCPs കൊടുക്കുക. സോ ദിസ് ഈസ് ദ ട്രീറ്റ്മെന്റ്. ഇതാണ് നമ്മളുടെ ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അത് ഞാനൊരു സിനാരിയോ ജസ്റ്റ് പറഞ്ഞതാണ്. ഇനി നമുക്ക് സർജിക്കൽ മാനേജ്മെന്റിൽ നമുക്ക് ഹിസ്റ്ററക്ടമി ഉണ്ട്. ഹിസ്റ്ററക്ടമി എന്ന് പറയുമ്പോൾ who fails to respond to medical management ആർക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഇൻഡിക്കേറ്റഡ് ഇൻ അഡിനോമയോസിസ് ആൻഡ് റെക്കറന്റ് ഫൈബ്രോയിഡ് കേസസിലാണ് നമ്മളിത് ഹിസ്റ്ററക്ടമി പറയുന്നത്. പിന്നെ എൻഡോമെട്രിയൽ അബ്ലേഷൻ ഉണ്ട്. എൻഡോമെട്രിയൽ അബ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇതെന്താണ്, എൻഡോമെട്രിയൽ ലൈനിങ് ഡിസ്ട്രോയിഡ് അപ് ടു 4 to 6 millimeter ഡീപ്പ്. ഒരു 4 to 6 millimeter ഡീപ്പിൽ നമ്മളിവിടെ എൻഡോമെട്രിയൽ ലൈനിങ് എന്ത് ചെയ്യണം, ഡിസ്ട്രോ ചെയ്ത് കളയുകയാണ്. അതാണ് എൻഡോമെട്രിയൽ അബ്ലേഷൻ. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഫസ്റ്റ് ജനറേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റോളർ ബാൾ അല്ലെങ്കിൽ ലേസർ എൻഡോമെട്രിയൽ അബ്ലേഷൻ അല്ലെങ്കിൽ TCRE ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, TCRE എന്താണ്, ട്രാൻസ് സർവൈക്കൽ റിസക്ഷൻ ഓഫ് എൻഡോമെട്രിയം. സർവൈക്കൽ റിസക്ഷൻ ഓഫ് എൻഡോമെട്രിയം, TCRE അല്ലെങ്കിൽ ലേസർ എൻഡോമെട്രിയൽ അബ്ലേഷൻ ചെയ്യാം, അല്ലെങ്കിൽ റോളർ ബാൾ എന്ന് പറയുന്ന സംഭവം. ഇതാണ് നമ്മൾ ക്യാൻ ബി ഡൺ എയ്തർ ബൈ ദിസ് യൂസിങ് ഡയാതെർമി ഓർ ലേസർ അബ്ലേഷൻ യൂസിങ്. അപ്പൊ ഈ TCRE ട്രാൻസ് സർവൈക്കൽ റിസക്ഷൻ ഓഫ് എൻഡോമെട്രിയം യൂസിങ് ഡയാതെർമി അല്ലെങ്കിൽ നമുക്ക് ലേസർ അബ്ലേഷൻ
ചെയ്യാം. ദാറ്റ് ഈസ് യൂസിങ് ദി ND യാക് ലേസർ യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഓക്കെ, ആൻഡ് ഡൺ അണ്ടർ ഹിസ്റ്ററോസ്കോപ്പിക് ഗൈഡൻസ്. ഇനി ഇത് രണ്ടും നമ്മൾ ചെയ്യുന്നത് ഹിസ്റ്ററോസ്കോപ്പിക് ഗൈഡൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ്. ഇനി സെക്കൻഡ് ജനറേഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ക്രയോ സർജറീസ് ചെയ്യാം. എന്ത് ചെയ്യാം? ക്രയോ സർജറീസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹൈഡ്രോ തെർമൽ അബ്ലേഷൻ ചെയ്യാം. അതാണ് സെക്കൻഡ് ജനറേഷൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഹിസ്റ്ററോസ്കോപ്പിന്റെ അണ്ടറിലല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എൻഡോമെട്രൽ അബ്ലേഷൻ. ഇത് മെയിനായിട്ട് ദിസ് ഈസ് എ കൺസർവേറ്റീവ് ഓൾട്ടർനേറ്റീവ് ആണ് ടു ദ ഹിസ്റ്ററക്ടമി. ഓക്കെ, ആ ഒരൊറ്റ കാര്യങ്ങൾ മതി. ഇനി നമ്മളിത് ഈ എൻഡോമെട്രൽ അബ്ലേഷൻ നമ്മൾ ചെയ്യാത്ത കണ്ടീഷൻ, പ്രഗ്നൻസി ആയിട്ടുള്ള ഒരാൾക്ക് നമ്മളത് ചെയ്യത്തില്ല. അതുപോലെ ഇൻകംപ്ലീറ്റ് ഫാമിലി ആയിട്ടുള്ളവർക്ക്, ഇനിയും പ്രഗ്നൻസി ഡിസൈർ ചെയ്യുന്നവർക്ക്, പിന്നെ എൻഡോമെട്രൽ ഹൈപ്പർപ്ലേഷ്യ അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളവർക്ക്, ഇനി ആക്റ്റീവായിട്ട് പെൽവിക് ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, IUCD യൂസ് ചെയ്യുന്നവർക്കൊന്നും നമ്മൾ ചിലപ്പോൾ അവർക്കൊക്കെ ഈ എൻഡോമെട്രൽ അബ്ലേഷൻ എന്താണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതും കൂടെ നമ്മൾ അറിയണം. അതെന്താ? മാലിഗ്നൻസി ഓഫ് ദ ജെനറ്റൽ ട്രാക്ട്, വുമൺ ഹൂ ഡിസയേഴ്സ് ദ ഫ്യൂച്ചർ പ്രഗ്നൻസി ആൻഡ് അക്യൂട്ട് പെൽവിക് ഇൻഫെക്ഷൻസ്, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്ന ഒരാൾക്ക്. ഓക്കെ, ആൻഡ് വിത്ത് ഈ പ്രൊസീജിയർ അങ്ങനത്തെവർക്ക് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അത് പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ TCR, ട്രാൻസ് സർവൈക്കൽ റിസക്ഷൻ ഓഫ് എൻഡോമെട്രിയം ആൻഡ് ലേസർ അബ്ലേഷൻ, ഇതാണ് മെയിനായിട്ട് രണ്ട് ടേം ആണ്. ഫസ്റ്റ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ ക്രയോ സർജറി അല്ലെങ്കിൽ ഹൈഡ്രോതെർമൽ ആയിട്ടുള്ള അബ്ലേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻഡോമെട്രിയൽ അബ്ലേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹിസ്റ്ററോസ്കോപ്പി വേണം. സെക്കൻഡ് ജനറേഷൻ ആയിട്ടുള്ള എന്തെങ്കിലുമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഹിസ്റ്ററോസ്കോപ്പി ചെയ്യേണ്ട. ഹിസ്റ്ററോസ്കോപ്പിയുടെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. ഏറ്റവും മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള സർജറിയാണ് നമ്മുടെ ഈ എൻഡോമെട്രിയൽ അബ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മിനിമലി ഇൻവേസീവ് സർജറി. അപ്പോൾ എന്താണ്? മെഡിക്കൽ തെറാപ്പി ഫെയിൽ ആവുന്ന കണ്ടീഷൻസിൽ ആൻഡ് ദ പേഷ്യന്റ് ഹു വാണ്ട്സ് ടു കൺസേർവ് ദ യൂട്രസ് ഫോർ ദെയർ ഫ്യൂച്ചർ പ്രഗ്നൻസി. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെയാണ് നമ്മൾ മിനിമലി ഇൻവേസീവ് സർജറി ചെയ്യുന്നത്. ഇനി കോൺട്രാ ഇൻഡിക്കേഷൻസ്, യങ് വുമൺ ഹു വാണ്ട്സ് ടു പ്രിസർവ് ഫെർട്ടിലിറ്റി. ഓക്കെ, ഈ കേസസിൽ യൂട്രസ് കൺസേർവ് ചെയ്യണമെന്നുള്ള കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ ഈ മിനിമലി ഇൻവേസീവ് സർജറി ചെയ്യുന്നത്. സോ കോൺട്രാ ഇൻഡിക്കേഷൻസ്, യങ് വുമൺ ഹു വാണ്ട്സ് ടു പ്രിസർവ് ദ ഫെർട്ടിലിറ്റി. ഇനി യൂട്രസിന്റെ സൈസ്, യൂട്രസ് മോർ ദാൻ 12 വീക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മിനിമലി ഇൻവേസീവ് സർജറി ചെയ്യത്തില്ല. ലാർജ് ഫൈബ്രോയിഡ്, എൻഡോമെട്രിയൽ കാർസിനോമ, ഹൈപ്പർപ്ലേഷ്യ കേസസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമ്മൾ ഈ ഒരു എൻഡോമെട്രിയൽ അബ്ലേഷൻ ചെയ്യത്തില്ല. അപ്പൊ എൻഡോമെട്രിയൽ അബ്ലേഷൻ ചെയ്യാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണ്? യങ് വുമൺ ഹു വാണ്ട്സ് ടു പ്രിസർവ് ദ ഫെർട്ടിലിറ്റി, യൂട്രസ് വിച്ച് ഈസ് മോർ ദാൻ 12 വീക്സ് ഓർ ലാർജ് ഫൈബ്രോയിഡ്സ് ആൻഡ് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ കാർസിനോമ കണ്ടീഷൻസിൽ. അപ്പോ ഇനി നമ്മൾ ഹിസ്റ്ററക്ടമി ചെയ്യുമെന്ന് പറഞ്ഞില്ല. ഈ ഹിസ്റ്ററക്ടമിയുടെ ഇൻഡിക്കേഷൻസ് നമ്മളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ പറയാമല്ലോ. അപ്പോൾ ഒന്നാമത്തെ, ഇഫ് എനിവൺ ആസ്ക് അബൌട്ട് ദി ഇൻഡിക്കേഷൻസ് ഓഫ് ഹിസ്റ്ററക്ടമി, നമുക്ക് ഒന്നെന്ത് പറയാം? ഫീൽഡ് മെഡിക്കൽ തെറാപ്പി. പിന്നെ ഓൾഡർ വുമൺ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ വിത്ത് ATP ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഹിസ്റ്ററക്ടമി അവിടെ ചെയ്യാം. പിന്നെ ഫീൽഡ് എൻഡോമെട്രിയൽ അബ്ലേഷൻ ചെയ്തു എന്നിട്ട് അത് ഫെയിൽ ആയി പോയ കണ്ടീഷൻസിൽ പിന്നെ നമ്മൾ പറഞ്ഞില്ല അസോസിയേറ്റഡ് പെൽവിക് പത്തോളജി, അതായത് പെൽവിക് പത്തോളജിയിലേക്ക് അഡിനോമയോസിസ് ഉണ്ട്, ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് പത്തോളജി നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഹിസ്റ്ററക്ടമി നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഹിസ്റ്ററക്ടമി നമുക്ക് എന്താണ്? ടോട്ടൽ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോൺ ഡിസെന്റ് ആയിട്ടുള്ള വജൈനൽ ഹിസ്റ്ററക്ടമി നമുക്ക് ചെയ്യാം. പിന്നെ LAVHും TLHും ഉണ്ട്. LAVH എന്ന് പറയുമ്പോൾ ലാപ്രോസ്കോപ്പിക് അസോസിയേറ്റഡ് ആയിട്ടുള്ള വജൈനൽ ഹിസ്റ്ററക്ടമി ചെയ്യാം. അല്ലെങ്കിൽ TLH എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ലാപ്രോസ്കോപ്പിക് ആയിട്ടുള്ള, അതായത് ടോട്ടൽ ആയിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടൽ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് അസോസിയേറ്റഡ് വജൈനൽ ഹിസ്റ്ററക്ടമി ചെയ്യാം, അല്ലെങ്കിൽ നോൺ ഡിസെന്റ് വജൈനൽ ഹിസ്റ്ററക്ടമി ചെയ്യാം. സോ ദീസ് ആർ ദ റൂട്ട്സ് ഫോർ ഹിസ്റ്ററക്ടമി. അപ്പൊ നോർമൽ ഓവറീസ് നമ്മൾ പ്രിസർവ് ചെയ്യും ഇൻ വുമൺ ലെസ് ദാൻ 50 ഇയേഴ്സ് ഫോർ ഹോർമോണൽ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട്. ആൻഡ് ഇൻ വുമൺ വിത്ത് ഹിസ്റ്ററി ഓഫ് ഫെമിലിയൽ ക്യാൻസേഴ്സ്, എന്തെങ്കിലും ഫെമിലിയൽ ക്യാൻസേഴ്സ് ഉണ്ട് ആൻഡ് ദ വുമൺ മോർ ദാൻ 50 ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ വി വിൽ ബി റിമൂവിംഗ് ദ ഓവറീസ് അലോങ് വിത്ത് ദ യൂട്രസ് ടു. അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമിയുടെ സ്റ്റെപ്സ് പഠിക്കാനുണ്ട്, നമുക്ക് പഠിക്കാം. ഇനി എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻ കേസ് ഓഫ് അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി? ഇമീഡിയറ്റ്, ഡിലൈഡ്, റിമോട്ട്. അപ്പൊ ഇമീഡിയറ്റ് ആയി നമുക്ക് എപ്പോഴും അറിയാം നമുക്ക് അനസ്തറ്റിക് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ ഹെമറേജ്, റിയാക്ഷണറി പ്രൈമറി ഹെമറേജ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഇമീഡിയറ്റ് ആയിട്ട് വരുന്നത് ഹെമറേജ് ഉണ്ടാവും. പിന്നെ ഇഞ്ചുറി ടു യുറേറ്റർ, ബ്ലാഡർ, അടുത്തുള്ള സ്ട്രക്ചേഴ്സ് യുറേറ്റർ, ബ്ലാഡർ, ബൗവൽ. ഇനി ഡിലേഡ് ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് റിയാക്ഷണറി ഹെമറേജ് ഉണ്ടാവാം. മറ്റേ ഹെമറേജ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഹെമറേജ്. ഇവിടെ ഡിലേഡിൽ വരുന്ന റിയാക്ഷണറി ഹെമറേജ് ആണ്. പിന്നെ അബ്ഡോമിനൽ
എന്താണ് ഡിസ്റ്റൻഷൻ, പാരലിറ്റിക് ഇലിയസ് ഉണ്ടാവാം, പെരിട്ടോണൈറ്റിസ്. എന്തൊക്കെ ഉണ്ടാവാം? പെരിട്ടോണൈറ്റിസ്. ചിലവർക്ക് പെരിട്ടോണൈറ്റിസ്, മൊത്തത്തിൽ പെരിട്ടോണൈറ്റിസ് ഉണ്ടാവാം. പിന്നെ പാരലിറ്റിക് ഇലിയസ് ഉണ്ടാവാം, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, പാരലിറ്റിക് ഇലിയസ് ഉണ്ടാവാം. പിന്നെ UTI, ചിലർക്ക് UTI, ത്രോംബോസിസ്, പൾമണറി എംബോളിസം, മറ്റേ DVT പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും UTI. ഓക്കെ. പിന്നെ റിമോട്ട് ആയിട്ട് വരുന്നതാണ് അഡ്ഹഷൻസ് ആൻഡ് ഇൻസിഷണൽ. അടുത്തതായിട്ട് വരുന്നതാണ് ഇൻസിഷണൽ ഹെർണിയ ഉണ്ടാവാം ആൻഡ് ഓൾസോ അഡ്ഹഷൻ. ഓക്കെ. അതർ മെത്തേഡ്സ് ഓഫ് മാനേജ്മെന്റ്, അതായത് ബൈലാറ്ററൽ, നമ്മൾ പറയില്ല യൂട്രിൻ എംബോളൈസേഷൻ, ബൈലാറ്ററൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂട്രിൻ ആർട്ടറി എംബോളൈസേഷൻ യൂസ്ഡ് ഫോർ ഇൻട്രാക്ടബിൾ AUB ഇൻ യങ് വുമൻസിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഹോർമോണൽ തെറാപ്പിയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളിപ്പോൾ സിവിയർ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്, നമ്മൾ മെഡിക്കൽ ക്യൂറട്ടേജ് ചെയ്യുമെന്ന്. മെഡിക്കൽ ക്യൂറട്ടേജ് എന്ന് പറയുമ്പോൾ സിവിയർ ബ്ലീഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നതാണ്. ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ്, ഇനിഷ്യലായിട്ട് നമുക്ക് 30 milligram ഓഫ് മെട്രോക്സി പ്രൊജസ്ട്രോൺ നമുക്ക് കൊടുക്കാം. എന്താണ് 30 milligram ഓഫ് മെട്രോക്സി പ്രൊജസ്ട്രോൺ നമുക്ക് കൊടുക്കാം. അസറ്റേറ്റ്, മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഏത് കൊടുക്കാം, നോറെത്തിസ്റ്റെറോൺ കൊടുക്കാം. നോറെത്തിസ്റ്റെറോൺ അസറ്റേറ്റോ കൊടുക്കാം. അപ്പം ഇത് മെയിൻലി നമ്മൾ AUB കണ്ടീഷൻസിലാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുക്കുന്നത്. ഓക്കെ. സൈക്ലിക്കൽ പ്രൊജസ്റ്റിൻസ് ആണ് ഈ മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. അപ്പം ഇതാണെങ്കിൽ നമ്മൾ എത്ര കൊടുക്കും? 30 milligram ഈസ് ഗിവൻ. ഈ 30 milligram നമ്മൾ ആദ്യത്തെ ഒരു 2 ദിവസം കൊടുക്കും. 24 to 48 hours നമ്മൾ ഈ ഒരു മെട്രോക്സി പ്രൊജസ്ട്രോൺ കൊടുക്കും ടിൽ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നവരെ നമ്മൾ കൊടുക്കും. എന്നിട്ട് ഡോസ് നമ്മൾ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്യും. ആ 30 milligram നമ്മൾ എത്രയാക്കും? 10 milligram ആക്കും. ഓക്കെ. അത് ട്വൈസ് എ ഡേ. 10 milligram ആക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ട്വൈസ് എ ഡേ നമ്മൾ കൊടുക്കും. അതിനുശേഷം 10 milligram വൺസ് എ ഡേ ആക്കും. അങ്ങനെ ഒരു ഫോർ എ ടോട്ടൽ ഓഫ് 21 days, മൊത്തം ഒരു 21 days നമ്മളിത് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. ആഫ്റ്റർ 2 to 3 days വിത്ഡ്രോവൽ ബ്ലീഡിംഗ് ഒക്കേഴ്സ്. ഇത് കൊടുത്ത് 2-3 ദിവസം കഴിയുമ്പോൾ വിത്ഡ്രോവൽ ബ്ലീഡിംഗ് അവിടെ സംഭവിക്കും. ഓക്കെ. വിത്ഡ്രോവൽ ബ്ലീഡിംഗ് സംഭവിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെഡിക്കൽ ക്യൂറട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മെയിൻ്റനൻസ് തെറാപ്പി ഓഫ് പ്രൊജസ്ട്രോൺ ഈസ് യൂഷ്വലി ഗിവൻ ഫോർ കറക്റ്റിംഗ് അനോവുലേറ്ററി സൈക്കിൾസ്. അനോവുലേറ്ററി സൈക്കിൾസ് കറക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ മെയിൻ്റനൻസ് തെറാപ്പി ഓഫ് പ്രൊജസ്ട്രോൺ കൊടുക്കുന്നത്. അപ്പോൾ അനോവുലേറ്ററി സൈക്കിൾസിൽ നമ്മൾ മെയിൻലി കൊടുക്കുന്നത് 2 രീതിക്ക് കൊടുക്കാം. ഒന്നി നമുക്ക് മെട്രോക്സി പ്രൊജസ്ട്രോൺ 10 to 14 days കൊടുക്കാം. 10 to 14 days, അതങ്ങനെ 10 milligram ഫ്രം 15th to the 25th day അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു 10 milligram 21 ദിവസം ക്യാൻ ബി ഗിവൻ ഫോർ 21 days ഫ്രം ദി ഡേ 5. അങ്ങനെ ഒരു 3 to 6 cycles കണ്ടിന്യൂ ചെയ്യാം. സോ അതാണ് നമ്മൾ അനോവുലേറ്ററി സൈക്കിൾസിന് മെയിൻലി കൊടുക്കുന്നത്. ഓക്കെ. ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിത് കൊടുക്കും. ഇതാണ് അനോവുലേറ്ററി സൈക്കിൾസിൽ കൊടുക്കുന്നത്. ഇനി നമ്മൾ പിന്നെ പറഞ്ഞല്ലോ മൈറീന, LNG IUD, ഇത് മെയിൻലി റിലീസ് ചെയ്യുന്നത് 20 microgram ലെവനോർഗെസ്ട്രോൾ ആണ് റിലീസ് ചെയ്യുന്നത് ഡെയിലി. ആൻഡ് ആക്ട്സ് ലോക്കലി ഓൺ ദ എൻഡോമെട്രിയം. ദിസ് വിൽ ബി ആക്ടിങ് ലോക്കലി ഓൺ ദ എൻഡോമെട്രിയം. ആൻഡ് മൈറീന നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് 52 milligram ഓഫ് ലെവനോർഗെസ്ട്രോൾ ഉണ്ട്. ആൻഡ് ഇറ്റ് കോസസ് ഗ്ലാൻഡുലാർ അട്രോഫി ആൻഡ് സ്ട്രോമൽ ഡെസിഡുവലൈസേഷൻ. ഇറ്റ് ഹാസ് ഡുവൽ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ടെമ്പററി, അതായത് ഡുവൽ പർപ്പസ് ആണ്. ഇറ്റ് വിൽ ഗീവ് ടെമ്പററി ആയിട്ടുള്ള കോൺട്രാസെപ്ഷൻ ആസ് വെൽ ആസ് ക്യൂറിംഗ് മെനോറേജിയ. ഓക്കെ. ഇനിഷ്യലി ഇറ്റ് റിസൾട്ട്സ് ഇൻ സ്കാൻഡി പീരീഡ്സ്, ലാറ്റർ മെനോറിയ മേ റിസൾട്ട്. ഓക്കെ. മെനോറിയ മേ റിസൾട്ട്. സോ ദാറ്റ് ഈസ് മൈറീന. ആൻഡ് OCPs നമ്മൾ പറയുകയാണെങ്കിൽ OCPs എന്ത് ചെയ്യും? റെഡ്യൂസസ് ദ ബ്ലീഡിംഗ് ബൈ 50%. ഇറ്റ് കണ്ടെയ്ൻസ് ഇതിന്റെ പെർസെൻറ്റേജ്, അതായത് നമ്മൾ OCPs എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിൽ ഒന്നി ഒരു 20 അല്ലെങ്കിൽ 30 microgram ഓഫ് എന്തുണ്ട്? എത്തിനൈൽ ഇസ്ട്രാഡയോൾ ഉണ്ട്. എത്തിനൈൽ ഇസ്ട്രാഡയോൾ ഉണ്ട്. പ്ലസ് അതിന്റെ കൂടെ എന്തുണ്ട്? 50 to 75 microgram ഓഫ് ലെവനോർഗെസ്ട്രോളും ഉണ്ട്. ഇപ്പം എത്തിനൈൽ എസ്ട്രാഡയോളും ഉണ്ട്, ലെവനോർഗെസ്ട്രോൾ ഉണ്ട്. ലെവനോർഗെസ്ട്രോൾ എന്ന് പറയുന്നത് 2nd generation പ്രൊജസ്ട്രോൺ ആണ് ലെവനോർഗെസ്ട്രോൾ. അപ്പോൾ അതാണ് നമ്മൾ OCPs കൊടുക്കുന്നത്. ഇത് നമ്മൾ OCPs കൊടുക്കുന്നതും ഇറ്റ് ഈസ് ഗിവൻ ഫ്രം ദ 5th to the 25th day and can be used for 3 to 6 cycles നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ആൻഡ് OCP യൂസേജ് ലീഡ്സ് ടു ബെറ്റർ സൈക്കിൾ കൺട്രോൾ. ബെറ്റർ സൈക്കിൾ കൺട്രോളിനാണ് നമ്മൾ മെയിൻലി OCPs കൊടുക്കുന്നത്. ആൻഡ് കൺട്രോൾസ് ഹെവി ബ്ലീഡിംഗ് ഫ്ലോ ആൻഡ് കറക്ട്സ് അനീമിയ. ഹെവി ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യും, അതുവഴി അനീമിയയും കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി സൈക്കിൾ കൺട്രോൾ ചെയ്യാൻ, സൈക്കിൾ നോർമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ OCPs കൊടുക്കുന്നത്. അപ്പോൾ OCPs കൊടുക്കും, മൈറീന കൊടുത്തു, പിന്നെ നമ്മൾ മസ്റ്റ് പ്രൊജസ്ട്രോൺ മാത്രമായിട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ കൊടുത്തു. പിന്നെ നമ്മൾ പിന്നെ ലാസ്റ്റ് സെലക്റ്റീവ് ഈസ്ട്രജൻ റിസപ്റ്റർ മോഡുലേറ്റേഴ്സ് ഉണ്ട്. ഓംലെക്സിഫിൻ, അത് ഓർമലെക്സിഫിൻ, അതിപ്പോൾ ഒബ്സല്യൂട്ട് ആണ്. പിന്നെ അതിന്റെ ഡോസ് പറയുമെങ്കിൽ 60 milligram ട്വൈസ് വീക്ക്ലി ഫോർ 12 weeks ആൻഡ് വൺസ് വീക്ക്ലി ഫോർ അനദർ 12 weeks. ഓക്കെ. പിന്നെ നമ്മൾ GnRH അനലോഗ്സ് പറഞ്ഞവർ കോസ്റ്റ്ലി ആണ്.
പിന്നെ യൂസ്ഡ് വെൻ വെയിറ്റിംഗ് ഫോർ സർജറി ഓർ ഇൻ വുമൺ നിയറിംഗ് മെനോപാസ് റീജ് അവർക്കൊക്കെയാണ് നമ്മുടെ GnRH അലോക്സ് കൊടുക്കും. ടു പ്രിപ്പയർ ദ എൻഡോമെട്രിയം പ്രയോർ ടു എൻഡോമെട്രിയൽ അബ്ലേഷൻ നമ്മുടെ GnRH അലോക്സ് കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ലൂപ്രലോയിഡ് ആണെങ്കിൽ അത് കൊടുക്കുന്നത് 3.6 മില്ലിഗ്രാം IM പെർ മന്ത്ലി എന്ന രീതിയിലാണ്. അതായത് മന്ത്ലി 3.6 മില്ലിഗ്രാം IM ഇൻട്രാമസ്കുലർലി നമ്മളിത് കൊടുക്കും. വെൻ ഗിവൻ ഫോർ മോർ ദാൻ 6 മന്ത്സ് ഇറ്റ് ഈസ് ഗിവൻ 6 മാസം വഴിക്കാണ് കൊടുക്കുന്നത്. ഇനി ആഡ് ബാക്ക് തിയറി വിത്ത് ലോ ഡോസ് ഈസ്ട്രജൻ ഈസ് ടു ബി ഗിവൻ. ഇത് ഹോട്ട് ഫ്ലഷസ് ഒക്കെ ഉണ്ടാക്കും. കോറോണറി ആർട്ടറി ഡിസീസ്, റിഡക്ഷൻ ഇൻ ബോൺ മിനറൽ ഡെൻസിറ്റി, ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് GnRH അനലോഗ്സിന്റെ.